ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്താണ്. തലസ്ഥാന നഗരിയിൽ അട്ടക്കുളങ്ങര എന്ന് പറഞ്ഞ ജംഗ്ഷനാണിത്. അത് കിഴക്കേക്കോട്ടയാണ്. നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ബുഹാരി ഇല്ലേ. നമ്മൾ ഇപ്പോഴും ഇന്ന് ബുഹാരിയിലോട്ടാണ് പോകുന്നത്. പക്ഷേ ആ ബുഹാരി അല്ല, അവരുടെ തന്നെ പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനീസ് ആൻഡ് അറബിക്കാണ് മെയിനായിട്ടുള്ള ടിക്കയും അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഈ ബുഹാരി കിട്ടുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഏകദേശം. അതാണ് പഴയ ബുഹാരിക്ക്, ഇപ്പോഴത്താണ് പുതിയ ബുഹാരി. അട്ടക്കുളങ്ങര തന്നെ. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും ഭക്ഷണവും ടേസ്റ്റും എല്ലാം അറിയാം. ബാ. നമസ്കാരം. കൊച്ചുമായാണ് നോക്കണം. ഞാനിപ്പോ ഡിഗ്രി അല്ലല്ല ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സെയിം തന്നെയാണ്. ഇത് അനിയനാണ്. അത് അനിയനാണ്, കസിനാണ് നിഹാദ്. അത് അവിടെ ഒന്ന് കുറെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട് ചിക്കൻ്റെ വേറെ ഡിഷസ്. അപ്പൊ കുറെ പേരാണ്. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തത്. ആവശ്യപ്പെടാറുണ്ട്. അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടാണ് നമ്മൾ ഒരു റെസ്റ്റോറന്റ് തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ചെറിയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രണ്ടിന്റെ സെയിം ഓണറാണ്. ഓണർ സെയിം തന്നെയാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് മജ്ബൂസ് വരുന്നുണ്ട്, പിന്നെ മട്ടൻ്റെ കടായി, അങ്ങനത്തെ 1-2 ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ചില്ലി ചിക്കൻ, കഫ്സ, തലശ്ശേരി ചിക്കൻ ബിരിയാണി വരുന്നുണ്ട്. അങ്ങനത്തെ ഇതിപ്പോ ഒരു 3 മാസം നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ്. ഓക്കെ. ബിരിയാണി, ഫിഷ് കറി, മട്ടൻ കറി, മട്ടൻ മസാല, ബിരിയാണി, ഇതെന്തൊക്കെയാണ്? അറേബ്യനാണ് മട്ടൻ കപ്സ. വ്യത്യാസമുണ്ട്. ഇത്തിരി മസാല പിടിച്ച മട്ടൻ ബിരിയാണി. ഇത് ഇവർക്ക് തന്നെ കാണാം. ചായ ഉണ്ട്. നമ്മൾ നേരത്തെ പണ്ട് കണ്ടല്ലോ പഴയ ബുഹാരി നല്ല സ്പേഷ്യസ് ആണ്. ഇതൊരു എക്സ്ക്ലൂസീവ് റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ചെറുതല്ല. ചൈനീസും അങ്ങനെ കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ എന്തായാലും ഞാൻ അകത്തേക്ക് വരാം. എന്ന് ഉണ്ടാക്കി തരുന്ന ഷെരീഫാണോ? അല്ല, നമ്മുടെ കുക്കുണ്ട്. നമസ്കാരം. പേര് റഫീഖ്. അപ്പൊ റഫീഖിക്കാണ് നമുക്ക് എവിടെ പോണ് ഞാൻ പറഞ്ഞു വിട്ടോളാം. ഷെരീഫ് അങ്ങോട്ട് പോകാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ റഫീഖാണ് നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കി തരാൻ പോണേ? ചിക്കൻ ബ്രൂള കപ്സ അവിടെ കണ്ടില്ലേ? അതുപോലെ തന്നെ മട്ടൻ കപ്സയും ചിക്കൻ ബ്രൂണയാണ്. എന്തായാലും തിരിഞ്ഞു പിടിക്കേണ്ട പൊക്കോ. താങ്ക് യു. ഇനി അവിടെ കാണാം. അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണ എന്താണ്? ചിക്കൻ ബ്രൂണ. അതെന്താ ശരിക്കും ബ്രൂണ? ചിക്കൻ ബ്രൂണ എന്നുള്ള അറേബ്യൻ പേരാണ്. പൊതീന ഇതിന്റെ ഇത് പൊതീനൊക്കെ ഈ സാധനത്തിന് പേര് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും അധികം കത്തി വെക്കേണ്ട വേഗം ബ്രൂണ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ചിക്കൻ ബ്രൂണയാണ് ആദ്യം ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ട ചിക്കനാണ്. ചിക്കൻ, അതിനുള്ള പിന്നെ ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ടൊമാറ്റോ, പിന്നെ നമ്മുടെ സബോള, ബട്ടർ, പിന്നെ പുതിന, ബട്ടർ, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് സ്റ്റോക്ക് വാട്ടർ ഇവിടെ റെഡിയാണ്. ആദ്യം താവ കത്തിച്ചതിന് ശേഷം എണ്ണ ഒഴിക്കണം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു വിട്ടോ തവയിലോട്ട്. സവോള കൊത്തി അരിഞ്ഞ് ഒരു സവോള, ഒരു ചെറിയ സവോള കൊത്തി അരിഞ്ഞ്. ശരിക്കും അവിടുത്തെ നമ്മുടെ പഴയ ഓടി ഒന്ന് ഫുട്ബോൾ കളിക്കാനുള്ള ഇവിടെ സ്പേസ് കുറവാണ്. ഒപ്പം തന്നെ ഇവിടെ ഗ്യാസ് ബർണറാണ്. ഗ്യാസ് ബർണർ ചൈനീസ് ഗ്യാസ് ബർണർ അതെ, ചൈനീസ് അല്ലാതെ ഐറ്റംസിൽ ഗ്യാസ് ബർണർ
അത് കിട്ടത്തില്ല. എന്തായാലും പറഞ്ഞത് വേണം അല്ലേ? ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചതച്ച് ശരിക്കും നന്നായിട്ട് ചതച്ചാണ്. നമുക്ക് കാണാം ആ ഒരു പച്ചമുളകിന്റെ അരിയൊക്കെ കാണാൻ പറ്റും. നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് അരച്ച് ചതച്ചിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി സോട്ടാൻ നിൽക്കുന്നുണ്ട്. ഓക്കെ, എന്റെ നല്ല ചൂടുണ്ടല്ലേ? ചൂടുണ്ടോ?